ഓം ശാന്തി. സൈക്ലിംഗ് അറിയാത്ത കുട്ടികൾ സൈക്കിൾ ഓടിപ്പിക്കാൻ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ആ സൈഡിലേക്ക് വീഴാൻ പോയി, ഈ സൈഡിലേക്ക് വീഴാൻ പോയി, വീണു, കൈ പൊട്ടി, കാല് പൊട്ടി, എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടാണെന്നറിയോ സൈക്കിളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതുപോലെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ളൊരു കാര്യത്തെ നമ്മുടെ ലൈഫിലേക്കുള്ളതായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് പലപ്പോഴും പുതിയ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിന് പരിചയമില്ലായ്മ കൊണ്ട് പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആവില്ല എന്ന് തോന്നും, ഇതൊന്നും ചെയ്യാനാവില്ല എന്നുള്ള വിചാരങ്ങൾ വരും. പക്ഷെ നിരന്തരമായിട്ടൊരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു ന്യൂറോൺ പാത്വേ സെറ്റാവും. ആദ്യത്തിൽ സൈക്കിൾ ഓടിക്കുമ്പോൾ പിന്നിൽ നിന്നൊരാൾ പിടിച്ചിട്ടുണ്ടായിരിക്കും, മുന്നിൽ നിന്ന് ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടായിരിക്കും, സൈഡിൽ താങ്ങാൻ ആളുണ്ടാവും, എന്നാലും മറിഞ്ഞ് വീഴുമെന്നുള്ള പേടിയോടെ ആ കുട്ടികൾ ഓടിക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവർ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ രണ്ട് പേര് സൈക്കിളും ഒന്നിച്ച് സംസാരിച്ച് എങ്ങനെ ഒരേപോലെ സൈക്കിൾ ഓടിച്ചു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സൈക്കിൾ കൊണ്ട് എന്തെല്ലാം എക്സസൈസുകൾ കാണിക്കുന്നവർ, എന്തെല്ലാം സർക്കസ് കാണിക്കുന്നവർ എല്ലാം നമുക്ക് കാണാം. ഒരു കാര്യം ഒരിക്കൽ നമ്മുടെ കയ്യിൽ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാവും. പക്ഷേ സ്വന്തമാക്കാൻ വേണ്ടി കാല് വെക്കുമ്പോൾ ചിലപ്പോൾ വീഴാം, ചിലപ്പോൾ തെന്നാം, ചിലപ്പോൾ വേദന വരാം, ചിലപ്പോൾ ദുഃഖം വരാം, ചിലപ്പോൾ ഫെയിലിയർ ഉണ്ടാവാം, ചിലപ്പോൾ സക്സസ് ആവാം. അതിനെയൊക്കെ ഒരു ഭാഗമായി കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇങ്ങനെ തന്നെ വേണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, ചിലപ്പോൾ 7 ദിവസം പറയേണ്ടി വരും, ചിലപ്പോൾ 21 ദിവസം പറയേണ്ടി വരും, ചിലപ്പോൾ മാസങ്ങളോളം പറയേണ്ടി വരും. എന്നാലും റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. കാരണം ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സേവ് ചെയ്ത ഫയലുകളെ പ്ലേ ചെയ്യാൻ അറിയാമെന്നല്ലാതെ പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ അതിന് സാധ്യമല്ല. അതിന് നമ്മുടെ ബോധ മനസ്സിനെ സാധിക്കും. അതുകൊണ്ട് ബോധ മനസ്സിനെ കൊണ്ട് അറിഞ്ഞുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കി അതിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നിരന്തരമായി ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ അതിനു വേണ്ടി ഒരു ന്യൂറോൺ പാത്വേ സെറ്റാവും. അതനുസരിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ സ്വാഭാവികമായി കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ട ഒരു ബെസ്റ്റ് ടെക്നിക്കാണ്. എന്തൊക്കെയാണോ നിങ്ങളുടെ ഡ്രീംസ്, ഒന്നല്ല, നിങ്ങൾക്ക് വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് പാർട്ട്ണറെ വേണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം, നല്ലൊരു ബിസിനസ് ഓർഗനൈസേഷൻ വേണം, അതിൻ്റെ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുള്ള ഘടകങ്ങൾ, ഇങ്ങനെ 4-5 കാര്യങ്ങളാണെങ്കിൽ അതിനെല്ലാം നിങ്ങളൊരു പേപ്പറിൽ ഭംഗിയായിട്ട് ആർട്ട് വർക്കോട് കൂടിയിട്ട് എഴുതി നമ്മുടെ കണ്ണുകൾ ആകർഷിക്കത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ട് എഴുതുക. എന്നിട്ട് ഒരു 5-10 പേപ്പറിൽ എഴുതിക്കൊള്ളൂ നിങ്ങൾ. അത് നിങ്ങൾക്ക് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഒക്കെ കാണുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് അതിനെ ഒട്ടിച്ചു വെക്കുകയും ചെയ്യുക. നിങ്ങൾ എപ്പോൾ പോകുന്നു അപ്പോഴൊക്കെ അതിനെ വെറുതെ വായിച്ചു കടന്നു പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നിരന്തരം ആ കാര്യങ്ങളെ നമ്മുടെ മനസ്സിനുള്ളിൽ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ട പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാസ്റ്റർ പ്ലാൻസ് പുറത്തു വരാൻ തുടങ്ങും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എൻ്റെ ഉള്ളിൽ നിന്നൊരു മാസ്റ്റർ പ്ലാൻ വരുമ്പോൾ മറ്റാരെങ്കിലുമായിട്ട് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാവുമല്ലോ എന്ന് വിചാരിക്കരുത്. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കുറേയും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഫോമിൽ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ നിരന്തരമായിട്ട് നമ്മൾ എഴുതി വെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അത് സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ അതും ഫയലുകളായിട്ട് സേവ് ചെയ്യപ്പെടും. അതിൽ നിന്ന് വേണ്ടതായിരിക്കുന്ന പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങും. അങ്ങനെ എവിടെ നീങ്ങുമ്പോഴും നിങ്ങൾ ബാത്റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെച്ചേക്കുക, കുളിക്കാൻ പോകുമ്പോൾ കാണുന്ന രീതിയിൽ, ഉറക്കമുണർന്നാൽ ആദ്യം കാണുന്ന രീതിയിൽ, നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന രീതിയിൽ, വന്നു കയറുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ വിഷൻസിനെ എഴുതി ഒട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് കടന്നു പോകുമ്പോൾ ഒക്കെ അതിനെ ഒന്ന് വായിക്കുകയും ചെയ്യുക. ഈ ഒരു ചെറിയ ടെക്നിക്ക് ചെയ്താൽ വളരെ വേഗത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഡ്രീംസിനെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് ഇൻജക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഇൻജക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലോ അത് സ്വയമേവ അതിന് വേണ്ടതായിരിക്കുന്ന പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങും, മുന്നോട്ട് പോകാനും തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു ചെറിയ ടെക്നിക്ക് 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് മാക്സിമം വേണ്ടി വരുള്ളൂ. അത് ചെയ്യണം. അതിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ന്യൂറോൺ പാത്വേ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു കാര്യത്തിനും നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.